കുട്ടികൾക്കൊക്കെ കടയിൽ പോയി വാങ്ങി കഴിക്കുന്ന ഈ ഒരു ഐറ്റം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്, ഒരു ജെല്ലിയാണ്, ഓറഞ്ചിൻ്റെ ജെല്ലിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് നീരെടുത്തിട്ട് ഒരു കപ്പ് ഓറഞ്ച് നീരാണ് നമുക്ക് വേണ്ടത്. അതിതാ ഇതുപോലെ നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/3 കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, കട്ടകളില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് കുറുക്കി കൊണ്ടുവരണം. അതേസമയം തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, ആ വെള്ള ഭാഗം പെടാതെ നോക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അതിൻ്റെ തൊലി 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഞാൻ വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കേട്ടോ. അല്ലെ യെല്ലോ കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറായാലും മതി, നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി ഒന്നും കൂടെ നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് 1 ടീസ്പൂൺ കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വീണ്ടും 1 ടീസ്പൂൺ കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി. അതിനുശേഷം നമുക്ക് ഏതിലാണോ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്, ഡീമോൾഡ് ചെയ്താൽ ഒഴിച്ചു കൊടുക്കുന്നത്, ആ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇങ്ങനെ ബട്ടർ പുരട്ടിയെടുത്തിട്ടുള്ള പാത്രത്തിലേക്കാട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് ആ ചൂടോട് കൂടെ തന്നെ നന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടാറിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കടയിൽ നിന്നൊക്കെ ഒരുപാട് ജെല്ലി മിഠായികളൊക്കെ വാങ്ങി കഴിക്കൂലേ, അതൊക്കെ ഇങ്ങനെ ജലാറ്റിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ നമുക്കിത് നാച്ചുറലായിട്ട് കോൺഫ്ലവർ വെച്ചിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കളർ പിന്നെ ഓപ്ഷണലാണ് കേട്ടോ, ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ ഒരു ഭംഗി വേണമെങ്കിൽ മാത്രം കുറച്ച് ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് ജെല്ലി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കും. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ലേ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്